അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെ കൊടിയേറ്റത്തിന് പോവാണ് ഗൈസ്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുഞ്ഞനെയും അവനെയും കൂട്ടിയിട്ട് ഞങ്ങളങ്ങനെ അമ്പലത്തിൽ പോയി. അമ്പലത്തിലെത്തിയപ്പോൾ അവിടെ കത്തിച്ച തിരിയുടെ വെളിച്ചത്തിൻ്റെ ആംബിയൻസിൽ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടെടുത്തു. അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ നടന്ന് അമ്പലത്തിൻ്റെ ഓരോ ഭാഗവും ചുറ്റി കാണാൻ തുടങ്ങി. ചുറ്റി കണ്ടതിന് ശേഷം ഞങ്ങളൊരു ഭാഗത്ത് അങ്ങോട്ട് ആസനസ്ഥയായി. അങ്ങനെ അവിടെ ഇരുന്നും കുറേ നേരം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ആന വന്നു. അങ്ങനെ ആനേനെ കാണാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് മാറി നിന്നു. ആനേനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ്ട് ഒരു കുട്ടി, വളരെ ക്യൂട്ടായിട്ടുള്ളൊരു കുട്ടി. അങ്ങനെ ആനയ്ക്ക് നെറ്റിപ്പട്ടൊക്കെ വെച്ച് ആനേനെ എഴുന്നള്ളിക്കാൻ തുടങ്ങി. എഴുന്നള്ളിപ്പൊക്കെ കഴിഞ്ഞിട്ട് ആന ആറാട്ടിന് പോയി. ആന മാത്രമല്ല, കൂടെ ഭഗവതിയും പോയി. അങ്ങനെ കുറച്ച് പിള്ളേരെ സെറ്റ് കണ്ടു. ആ പിള്ളേരെ സെറ്റിനെ കുറേ നേരം നോക്കി നിന്നപ്പോൾ എൻ്റെ മണിയനിതാ ഹായ് എന്നും പറഞ്ഞു വരുന്നു. അങ്ങനെ അവൾക്കും ഒരു ഹായ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആറാട്ടൊക്കെ കഴിഞ്ഞ് ഭഗവതിയും ആനയ്ക്ക് കൂടി വരാൻ തുടങ്ങി. ആറാട്ടൊക്കെ കഴിഞ്ഞ് അവരെത്തണതിന് മുന്നേ ഞങ്ങൾ പുറത്തിറങ്ങി. അങ്ങനെ അവിടെ പറന്നിറക്കാനുള്ള സമയമായി. കുറച്ച് നേരം കൂടി അവിടെ കാത്തുനിന്നാൽ ഭയങ്കര തിരക്കായി പോകും. തിരക്ക് ഞങ്ങൾക്കൊരു അലർജി ആയതുകൊണ്ട് ഞങ്ങൾ പുറത്ത് നിന്ന് കുറച്ച് പച്ചക്കറി വാങ്ങാമെന്ന് വിചാരിച്ചു, കൂടെ ഹൈഡ് ആൻഡ് സീക്കും. അങ്ങനെ മെല്ലെ മെല്ലെ നടന്ന് ഞങ്ങൾ വീട്ടിലോട്ടെത്തി. നേരം വൈകിയതുകൊണ്ടും പോവാനുള്ള സമയമായതുകൊണ്ടും ബായ്.